അസ്സലാമു അലൈക്കും. ഒരു കഥ കേട്ട് പോയാലോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ഹാറൂന്റെ പുത്രനായിരുന്നു ലൂത്ത് നബി അലൈഹി ഇസ്ലാം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം സദൂം എന്ന നിവാസികൾക്കായി നിയോഗിക്കപ്പെട്ടു. സദൂം വാസികൾ അവർ ബഹുദൈവാരാധനയിലും വിഗ്രഹാരാധനയിലും മുഴുകിയിരിക്കുകയായിരുന്നു. അതേപോലെ അവർ ചെയ്തിരുന്ന ഏറ്റവും വലിയ അധർമ്മം എന്താണെന്നറിയോ? സവർഗരതി എന്ന് വെച്ചാൽ പുരുഷൻ പുരുഷനെ സമീപിക്കുന്നതും അതേപോലെ സ്ത്രീ സ്ത്രീയെ സമീപിക്കുന്നതുമായിട്ടുള്ള മ്ലേച്ഛമായ പ്രവൃത്തി. ലൂത്ത് അലൈഹി ഇസ്ലാം അവരോട് പ്രബോധനം നടത്തി സന്മാർഗത്തിലോട്ട് ക്ഷണിച്ചു. പക്ഷേ എല്ലാ പ്രവാചകരെയും തന്റെ ജനത തള്ളിക്കളഞ്ഞ പോലെ ഏതായാലും വിരളമായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. അങ്ങനെ തുടർന്നൊരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ലൂത്ത് അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ, എന്നെ ഈ വൃത്തികെട്ട ചുറ്റുപാടിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണമെന്ന്. ആ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടു. അവരെ ശിക്ഷിക്കുന്നതിന് മുന്നായിട്ട് ഏതാനും മലക്കുകളെ സദൂമിലോട്ട് അയച്ചു. സുന്ദരന്മാരായ പുരുഷവേഷം ധരിച്ചിട്ട് മലക്കുകൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലെത്തി. ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരെ സ്വീകരിച്ച് ആദരിച്ചു. ആ ജനവാസികൾ ഇതറിഞ്ഞ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലെത്തി. ഞങ്ങൾക്ക് ആ അതിഥികളെ വിട്ടുതരണമെന്ന് പല രീതിയിൽ ഉപദേശം നടത്താൻ നോക്കി ലൂത്ത് നബി അലൈഹി ഇസ്ലാം. പക്ഷേ ഒന്നും നടന്നില്ല. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, അവരെ വിട്ടു തന്നില്ലെങ്കിൽ നിന്നെയും കൂടി ഞങ്ങൾ പ്രാപിക്കുമെന്ന് ലൂത്ത് അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ലൂത്ത്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കാൻ വന്നതാണ് ഞങ്ങൾ. നിങ്ങൾ നാളെ പ്രഭാതത്തിന്റെ ഉള്ളിൽ അവരെ കഥ കഴിയും. അതിന് മുന്നേ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഈ നാട് വിടുക, നിങ്ങളും നിങ്ങളെ വിശ്വാസികളും. ശിക്ഷ ഇറങ്ങുക മാത്രമല്ല, ആ രാജ്യത്തെ അട്ടിമറിച്ചു. ചുട്ടുപൊള്ളുന്ന ഇഷ്ടിക കൊണ്ട് ആ ജനത്തെ നശിപ്പിച്ചു. ലൂത്ത് ജനതയുടെ അപമാനകരമായിട്ടുള്ള അന്ത്യം ലോകാവസാനം വരെയുള്ള ജനറേഷൻസിന് ഗുണപാഠമാണ്. ഉപകാരപ്പെടുന്ന അറിവിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജസാക്കല്ലാഹു ഖൈറൻ.